ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു കൊട്ടേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നല്ലാതെ. നിന്റെ ഭാവം കണ്ടാ തോന്നും നീ ഇതിനു മുമ്പ് കൊട്ടേഷൻ കൊടുത്തിട്ടേ ഇല്ലെന്ന്. അതെ, ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് പാരവശ്യമാരെ ഒതുക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അമ്മരൊക്കെ ഒതുക്കിയിട്ടുണ്ട്. വിദ്യയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നീയാണ് ഇവിടുത്തെ മൂത്ത സന്തതി, അതായത് കുറുപ്പിന് ശേഷം ഈ തറവാട്ടിലെ കാരണവര്. നോക്കിയും കണ്ടു ഇപ്പോഴേ നിന്നില്ലെങ്കിൽ ശിഷ്ടകാലം ഭാര്യയില്ലാതെ കഴിയേണ്ടി വരും നിനക്ക്. അപ്പച്ചി ഗുണത്തിന് വേണ്ടി പറഞ്ഞിട്ടും നിങ്ങൾ എന്താ മെഴുങ്ങസിയെ പോലെ നിൽക്കുന്നേ? അല്ല, എന്റേതായിട്ട് നിനക്കൊരു കുഞ്ഞില്ലാതെ പോയത് നന്നായി ആലോചിക്കായിരുന്നു. അതെന്താ? ആരും ലോറി കയറ്റി ഇറക്കൊന്ന് പേടിക്കണ്ടല്ലോ. പിന്നെ ദിയ മോളെ ലോറി കയറ്റി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്റെ അച്ഛനല്ല, ആനന്ദവല്ലി അപ്പച്ചിയാ. കുതന്ത്രം നിന്റേതാണോ? അല്ല. കുറെ നേരമായി. എന്തിനാ എന്നെ തല്ലേ? ആണെങ്കിലേ അതറിയുമ്പോ തരാനുള്ള അടിയുടെ അഡ്വാൻസ് ആയിട്ട് തൽക്കാലം ഇതിരിക്കട്ടെ. ശരി. എന്തിനാണ് ഏതിനാണെന്നൊക്കെ അറിയണമെങ്കിൽ ആ കരുണാരക്കുറുപ്പിനോടോ ആനന്ദവല്യമ്മയോടോ ചോദിച്ചാൽ മതി. വെറുതെ ഓരോന്ന് ചമച്ചുണ്ടാക്കി എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. വന്നാ ആ എരണം കെട്ട വന്ദനെ അവളുടെ അനാഥ കുഞ്ഞിനെ വണ്ടി കയറ്റി കൊല്ലാനും മടിക്കില്ല ഞാൻ. എന്താ എന്ത് പറ്റിച്ചേക്ക? വല്ലതും പറ്റിയോ? കുഴപ്പമില്ല. കൈ നല്ലപോലെ സതഞ്ഞല്ലോ. ബോണറ്റ് നന്നായിട്ട് വന്ന് അടിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണ്ട ചേട്ടാ. ഈ വർക്ക്ഷോപ്പ് പണിയെന്ന് പറഞ്ഞാലേ വളരെ ശ്രദ്ധ വേണം. അശ്രദ്ധ വന്നാ അത് ജീവന് വരെ ആപത്താ. പണിയുന്നവന്റെയും പണിയം കൊണ്ടുവരുന്നവന്റെയും നമ്മുടെ അശ്രദ്ധ കാരണം ഒരു നട്ട് മുറുക്കാൻ മറന്നാ അത് എടുക്കുന്നത് ജീവിതങ്ങളാ. പട്ടിയുടെയും പൂച്ചയുടെയും ഒന്നുമല്ല, മനുഷ്യ ജീവിതങ്ങളാ. ചേട്ടാ, നമുക്കെല്ലാം ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതും തലയെ ചുമന്നുകൊണ്ട് വണ്ടിപ്പണിക്ക് വരരുത്. പോട്ടെ, ഇപ്പൊ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇനി സൂക്ഷിച്ചാ മതി. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു TT ഇഞ്ചക്ഷൻ എടുക്കണം. അതൊന്നും വേണ്ട ചേട്ടാ, അങ്ങനെയൊന്നും പറഞ്ഞ് ശരിയാവില്ല. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. മുതലാളിയോട് പറഞ്ഞേക്ക്, ഞാനേ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ശരി എന്നാ വായടാ. ആ സാഗർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഈ എരണം കെട്ടവൻ ഇത് എവിടെ പോയി കിടക്കുക? ആദ്യം മോളെ തട്ടാൻ ഗുണ്ടകളെ വിട്ടത് അവൻ തന്നെയായിരിക്കും. ആ ശ്രമം ചീറ്റിപ്പോയതിന്റെ വിഷമം കൊണ്ടായിരിക്കും അവൻ ഫോൺ എടുക്കാത്തത്. നെറികെട്ടവൻ ചത്തെന്നാ തോന്നുന്നത്. അല്ല, എന്താ എന്തിനാ വന്ന് പതുങ്ങിക്കുന്നത്?
നീ ആർക്കോ ഫോൺ ചെയ്യുന്നത് ഫോൺ എടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെടുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മനസ്സാകെ അസ്വസ്ഥമാണല്ലേ? അതെ, ഒരാള് ഫോൺ ചെയ്യുമ്പോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. നല്ല ശീലങ്ങളൊന്നും അല്ലല്ലോ നിനക്കും ഉള്ളത്. കരുണാകര, ആ, ദിയമോളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു വിട്ടത് നീ തന്നെയാണല്ലേ? ഞാനോ? ഞാനെന്തിനാ ദിയമോളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണം? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അല്ല, നീ എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത്? ആ വന്ദനയുടെയും കൊച്ചിന്റെയും ഇടപാടങ്ങ് അവസാനിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരാളെ തീർക്കാൻ കൊട്ടേഷൻ കൊടുക്കുമ്പോ ആ ദൂഷ്യരുള്ളവന്മാർക്ക് കൊടുക്കണം. രക്തം കണ്ട അറപ്പ് മാറിയവന്മാർക്ക്. അവരിനി ചെവി അറിയാതെ കാര്യം സാധിച്ചിട്ടങ്ങ് പോവും. ഇതേതോ പരട്ടകളെയോ മറ്റോ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു. എടാ, ലോറി ഇടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും കൊല്ലാൻ അറിയാൻ വയ്യാത്ത കഴിവ് കെട്ടവന്മാര്. ഇങ്ങനെയുള്ളവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് പേരുദോഷം കേൾക്കേണ്ടി വന്നതായിരിക്കും. ചേച്ചി ചേച്ചി ഇപ്പൊ ഈ പറയുന്നത് ഞാനാണ് ഈ കൊട്ടേഷൻ കൊടുത്തെന്ന് ഉദ്ദേശിച്ചിട്ടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു കൊട്ടേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നല്ലാതെ. നിന്റെ ഭാവം കണ്ടാ തോന്നും നീ ഇതിനു മുമ്പ് കൊട്ടേഷൻ കൊടുത്തിട്ടേ ഇല്ലെന്ന്. അതെ, ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് പരവശവന്മാരെ ഒതുക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവന്മാരൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ശരി, സമ്മതിക്കുന്നു. ദിയമോളെ തീർക്കാൻ നീ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ എന്തിനാടാ പാത്തും പതുങ്ങി നിന്നുള്ള ഫോൺ വിളിയും ഈ വെരുകിനെ പോലുള്ള നടത്തവും ഒക്കെ? ചേച്ചി, അതൊക്കെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ചെകഞ്ഞലക്ക് കാരണം അറിയാൻ നിക്കണ്ട. അല്ല പിന്നെ ഇവനത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരായിരിക്കും അത് ചെയ്തിട്ടുള്ളത്? ദിയമോക്കും വന്ദനയ്ക്കും വേറെ ആരാ ശത്രുക്കളുള്ളത്? ഇനി ഞാൻ അറിയാതെ വിദ്യ കൊട്ടേഷൻ കൊടുത്തായിരിക്കൂ. അല്ല, കരുണാകരൻ ആരാ മോൻ? അവനെ അപ്പാടെ അങ്ങ് വിശ്വസിക്കാനും പറ്റില്ല. ദിയമോളെ കൊല്ലാൻ ലോറി അയച്ച സംഭവത്തിൽ കരുണാകരന് തൊട്ടും തൊടാതെയുള്ള ഒരു പങ്കുണ്ടാവും. അതുറപ്പാ. കൊട്ട